സൂത്രൻ. അയ്യോ അച്ഛാ, ഇറങ്ങാൻ പറ്റുന്നില്ലേ? അച്ചോ സഹായിക്കണേ. എടോ, മോൻ കരയുന്നത് കേട്ടില്ലേ? കേട്ടു. എന്നിട്ടെന്താ താൻ ഒന്നും ചെയ്യാത്തത്? ചെയ്യുന്നുണ്ടല്ലോ. ഏ, എന്തു ചെയ്യുന്നുണ്ടെന്ന്? ഞാൻ ഉറ്റുനോക്കി നിൽക്കുന്നത് കണ്ടില്ലേ? ഇങ്ങനെ കുറേ നേരം ഉറ്റുനോക്കിയാൽ അവന് തനിയെ ധൈര്യം വന്ന് താഴെ ഇറങ്ങും. ഇറങ്ങുമ്പോൾ വീണാലും ഉറ്റുനോക്കണോ? വരുന്ന വഴിക്ക് ഇവനൊരു മുൾക്കൂട്ടിൽ പെട്ടു. ഇതുപോലെ കരച്ചിലായിരുന്നു. അപ്പോഴും ഞാൻ ഇതുപോലെ ഉറ്റുനോക്കി നിന്നതേയുള്ളൂ. കുറച്ചു കഴിഞ്ഞപ്പോൾ അവൻ കൂളായി പുറത്തു വന്നു. കൊള്ളാമല്ലോ, എനിക്കും പഠിക്കണം ഉറ്റുനോക്കാൻ. ഹിഹിഹി. എടോ, തനിക്ക് വല്ല കിറുക്കുമുണ്ടോ? ഇതൊന്നും വിശ്വസിക്കരുത്. എനിക്ക് വിശ്വാസം തോന്നി സൂത്ര. ഇതുപോലെ കുറേ തട്ടിപ്പുകാർ ഇറങ്ങും നമ്മളെ പറ്റിക്കാൻ. അതാ പയ്യൻ താഴെ ഇറങ്ങി ഉറ്റുനോക്കിയത് കൊണ്ടാ ഇപ്പോൾ തനിക്ക് വിശ്വാസമായോ? സൂത്ര, ഞാൻ ഉറ്റുനോക്കുന്ന വിദ്യ പഠിച്ചിട്ട് വരാം. താൻ തൻ്റെ ഇഷ്ടം പോലെ ചെയ്. ഉറ്റുനോക്കി താഴെ ഇറക്കാൻ ഞാൻ തന്നെ വേണമെന്നില്ല, ആർക്കും പറ്റും, പ്രാക്ടീസ് ഉണ്ടെങ്കിൽ. ഓ, അത് ശരി. സൂത്ര, ഞാൻ ഒരുത്തനെ ഉറ്റുനോക്കി താഴെ എത്തിച്ചു. ഒരു പോത്ത് അയ്യോ രക്ഷിക്കണേ എന്ന് പറഞ്ഞ് കരയുന്നത് കണ്ടു. ഞാൻ ചെന്ന് കുറേ നേരം ഉറ്റുനോക്കി. പോത്ത് താഴെ എത്തി. എങ്കിൽ താൻ ഉറ്റുനോക്കി രക്ഷപ്പെടുത്തുന്നവരുടെ ഗ്രൂപ്പിൽ ചേർന്നു. രക്ഷപ്പെടുത്തി എന്ന് പറയാൻ പറ്റില്ല. പുഴയിൽ വീണിട്ടാ പോത്ത് കരഞ്ഞത്. ഉറ്റുനോക്കിയപ്പോൾ വെള്ളച്ചാട്ടം വഴി താഴെ എത്തി.